Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, all. Good morning, ma'am. Okay. Good morning, ma'am. Good morning, all. Prayer ആരാണ്? Good morning, all. Good morning, ma'am. Present name Farsana. I am Farsana from Malappuram. Okay, ഫർസാന prayer പറഞ്ഞോട്ടോ. Thank you, God, for the world so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you. Thank you, ma'am. ഇന്ന് സാറിന് ആരാ പറയുന്നേ? സൈൻ ഇന്നാരാ പറയുന്നേ? Court, ma'am, court. Thoughts and thoughts of the day പറഞ്ഞോ. Good morning, ma'am. Good morning. Today's quote. You must be the change you wish to see in the world. Mahatma Gandhi. Thank you, ma'am. Okay, ഡാ. നല്ല കേട്ടാ. മാം സൈന് ഞാനാണ്. രേഷ്മ പറഞ്ഞോ കേട്ടോ. ഒരു പസിലാണ്, ഞാൻ വീഡിയോ ഓൺ ആക്കാൻ പോവാണ് കേട്ടോ. ഇതില് മിസ്സായ നമ്പർ കണ്ടുപിടിക്കണം. കാണുന്നില്ല മാം? എടാ കുറച്ച് കയറ്റി പിടിക്കാവോ? മേളിലെ നമ്പർ കാണാൻ പറ്റുന്നില്ല. 5 അല്ലേ? അല്ല 5 ആണോ? അല്ല. 6 ആണോ? ഒരു ഹിന്റ് പറയാവോ? ഒരു ഹിന്റ് ആണോ? 88 ആണോ? 5 അല്ല, മോർ ദാൻ 10 ആണ്. 10-നേക്കാൾ അബോവ് വലിയ നമ്പറാ. 12 ആണോ? 12 എല്ലാ നമ്പറും പറഞ്ഞേ. 14. അല്ല. ഒരു ബിറ്റ്വീൻ പറയാം. ഏതിന്റെ രണ്ട് നമ്പർ പറയോ? എന്റെ ഇടയിൽ പറയാം. 11 ആണോ? 10-ന്റെയും 17-ന്റെ ഇടയില്. അപ്പൊ എല്ലാവരും 11 മുതൽ അങ്ങ് പറഞ്ഞോ. 10 അല്ല, 0 10 ക്ലൂ തരുമോ? അപ്പൊ ആലോചിക്കാം. 16 എല്ലാവരും ഫെയിലായിട്ട്. 15 എല്ലാവരും കൂടെ ഇടുന്നേ. എല്ലാവരും ഫെയിലായിട്ട്. മാം ഞാൻ അതിന്റെ ആൻസർ പറയട്ടെ. മോൻ സോൾവ് ചെയ്യും. കാര്യം പറഞ്ഞ് സോൾവ് ചെയ്യണം കേട്ടോ. 4 into 3 ആണ് 12. അതേപോലെ 7 into 3 ആണ് 21. അപ്പോ എന്താണ് ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഏത് നമ്പർ വരുന്നു? 39 എന്നുള്ളത് എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന്. അങ്ങനെ 13-ന്റെ. ഓക്കെ നല്ലായിരുന്നു കേട്ടോ. ആൻസർ ഒന്നും കിട്ടിയില്ല. നല്ല ബസ്സിലായിരുന്നു. ഞാൻ സൈഡിയും പറയാം. വെൽക്കം മാം ആൻഡ് വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് ഫോർ വണ്ടർഫുൾ ക്ലാസ് ടുഡേ. ഓക്കെ കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? ഫസ്റ്റ് എയ്ഡ് മാം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഈ ദിവസം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ജോളി ചേച്ചി പറഞ്ഞപ്പോ സമയം ഒരുപാടായിരുന്നു. അപ്പൊ പിന്നെ ചെയ്തില്ലായിരുന്നു. അത് 35 ഒക്കെ ആയപ്പോഴേക്കും ജോലിയൊക്കെ കാണിച്ചു തുടങ്ങിയത്. കുഴപ്പമില്ല. ഇന്നാരൊക്കെ ഫസ്റ്റ് എയ്ഡ് കാണിക്കാൻ തയ്യാറായോ?
അമ്പിളി റസാന. ഓക്കെ, മെസ്സേജ് അയച്ചോ, അവിടെ പേര് മെസ്സേജ് അയച്ചോ. ഓക്കെ, ഓരോരുത്തർ മെസ്സേജ് അയക്കാം. ഫസ്റ്റ് അമ്പിളിയാണ്. ഞാൻ ക്ലാസ് ആണെന്ന് കരുതി കയറില്ല, പനിയാണ്. ഇത് കാണിക്കുവാണെങ്കിൽ ഞാൻ ലീവ് ചെയ്തോട്ടെ മാം? ഓക്കെ, ഇവിടെ ക്ലാസ് ഞാൻ ചിലപ്പോ ഒരു കുറച്ച് പേരുള്ളെങ്കിൽ ക്ലാസ് ഞാൻ ചിലപ്പോ എടുക്കും കഴിഞ്ഞിട്ട്. നല്ല ടയർഡ്നെസ് ഉണ്ട്, ക്ലാസ് മിസ്സാക്കണ്ടെന്ന് കരുതിയത് ഞാൻ കയറിയെന്നുള്ളതേ ഉള്ളൂ മാം. കുറച്ച് കഴിഞ്ഞ് കയറി നോക്കാം, ക്ലാസ് ആകുമ്പോ അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, അമ്പിളി പ്രസന്റ് ചെയ്യോ? പറഞ്ഞോട്ടെ. പ്രസന്റ് ചെയ്തോട്ടോ. ക്യാമറയൊക്കെ ഓൺ ചെയ്യാനൊക്കെ പഠിച്ചല്ല? അമ്പിളി അടുത്ത ആളെ വിളിച്ചോളാവോ? ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. അടുത്ത ആളെ വിളിച്ചോളാവോ? ഓക്കെ, നെക്സ്റ്റ് മോൻ റസാനയാണോ? റസ്ന. മാം റസ്ന എന്നാണ്. റസ്ന. ഓക്കെ, ഞാൻ പറഞ്ഞത് രണ്ടാമത് കറക്റ്റ്. അല്ല, എന്റെ കയ്യില് ഞാൻ ലാപ്പാണ് യൂസ് ചെയ്യണേ, അപ്പൊ ഫ്രണ്ട് ക്യാമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അതെടുത്തൊന്ന് ഓരോന്ന് ഐറ്റംസ് എടുത്ത് കാണിച്ചാൽ മതി. ഓക്കെ, ക്യാമറ ക്യാമറ അമ്പിളി. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഓക്കെ, ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് വേറൊരു സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാം. അതില് ഫസ്റ്റ് വൺ എല്ലാവരുടെയും കയ്യിലുണ്ടാവും, പാരസെറ്റാമോൾ ആണ്. നമുക്ക് പെട്ടെന്ന് പനിയൊക്കെ വരുമ്പോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ്. ദെൻ ഇത് ആയുർവേദിക് ആണ് കേട്ടോ. അതായത് നമുക്ക് ചുമയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് നിൽക്കാണ്ട് ഭയങ്കര കിച്ചൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് ഇത്. അതുപോലെ ഇത് നാനോഫാസ്റ്റ്, അതായത് നമുക്ക് പെയിൻ, അതായത് പെട്ടെന്ന് വീഴ, ചതവൊക്കെ വരുന്ന സമയത്ത്, അതുപോലെ വീക്കൊക്കെ വരുന്ന സമയത്തൊക്കെ അവിടെ പുരട്ടാനുള്ള ഐറ്റാണ്. നാനോഫാസ്റ്റ് എന്നാണ് പേര്. അതുപോലെ തന്നെ ഇതും ഇത് ഗൾഫാട്ടോ, ഇവിടെ ഉള്ള എനിക്കറിയില്ല. ഇത് ഇങ്ങനെ ഈ സെയിം വേദന കുറയും, നന്നായിട്ട് കുറയും. ഒരു ലിക്വിഡാണ്, പക്ഷെ ഇത് നല്ല നീറ്റിലുണ്ടാവും തേക്കണ സമയത്ത്. പക്ഷെ നല്ലതാണ്, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മാറി കിട്ടും ആ വേദനയൊക്കെ. പേര് മിനിയക്കായു പൂന്ന് വേറെ ഏതോ ലാംഗ്വേജ് ആണ്, അറിയില്ല. ഇത് ഗൾഫിൽ നിന്ന് കിട്ടിയതാണ് സംഭവം. ഇത് പിന്നെ നമ്മുടെ മുറിവിന് പരട്ടണതാണ്, മുറിവിന്റെ ഓയിൽമെന്റ് ആണ്. ഇത് ശരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ടപ്പില്ലാണ്ട് കിട്ടിയ ഒരു മരുന്നാണ്. പക്ഷെ ഇത് നമ്മൾ പൊള്ളി കഴിഞ്ഞാല്, അതുപോലെ ഈ പശയൊക്കെ, ഫ്ലെക്സിന്റെ പശ, അങ്ങനത്തെ അത്യാവശ്യം നല്ല പൊള്ളിക്കണ പശകളുണ്ടല്ലോ, കൈ തട്ടിയാലൊക്കെ, അങ്ങനെയൊക്കെ പൊള്ളണ സമയത്ത് യൂസ് ചെയ്യണ ഒരു ഓയിൽമെന്റ് ആണ്. ഇത് സംഭവം ഒരു കവറിലാണ് കിട്ടിയത്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ അത് കവറിലൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ കിട്ടി. അപ്പൊ ഞാൻ ഇതൊരു ഡബ്ബയിലാക്കി വെച്ചതാണ്. ഒരുപാട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. കൈയൊക്കെ പൊള്ളുമ്പോ പെട്ടെന്ന് അത് റിലീഫ് കിട്ടുന്നുണ്ട് നീറ്റലിനൊക്കെ. ഇത് വായ്പുണ്ണ്, അതായത് നമ്മള് വായിൽ മുറിവുണ്ടാവുമല്ലോ, അപ്പോ ഇത് ഗുളികയൊക്കെ കുടിച്ചാൽ മാറാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. എനിക്ക് ഉള്ളൊരു അസുഖമാണ്, അപ്പോ അതിന് യൂസ് ചെയ്യണതാണ്. ഇത് പുരട്ടിയാല് പെട്ടെന്ന് മാറും. ഇതിന്റെ പേര് ട്രിയാമിസിനോലോൻ, ഒരു എന്തോ വലിയ പേരാണ്, കാണുന്നില്ലേ, വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കരമായിട്ട് വലിയ പേരാണ്. അതുപോലെ തന്നെ ബി ക്യാപ്സ്യൂൾസ്, നമ്മുടെ വിറ്റാമിൻ, ഇതും കുഞ്ഞിന് യൂസ് ചെയ്യണ തന്നെയാണ്, ബി കോംപ്ലക്സ്. ദെൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാരസെറ്റാമോള്. പിന്നുള്ളത് ടൈഗർ ബാം ആണ്, അത് എല്ലാത്തിനും യൂസ് ചെയ്യുമല്ലോ. ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എന്റെ ഒരു സജഷൻ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വേറൊരു കാര്യം. ഇതൊക്കെ ഇപ്പോ അലോപ്പതിയാണ്. അലോപ്പതിക്ക് എല്ലാ അർത്ഥത്തിലും കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും. അപ്പോ ആസ് എ സ്കൂളിലൊരു ടീച്ചറായിട്ട് പോകുന്ന സമയത്ത് ഞാൻ അവിടെ സജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, അവിടെ ഒരു ഹെർബൽ ഗാർഡൻ. അപ്പൊ നമുക്ക് ഈ അലോപ്പതി പറഞ്ഞതിന്റെ മുന്നേ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഹെർബൽ ആയിട്ടുള്ള. അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു കുട്ടി വീണിട്ട് മുറിവ് പറ്റുകയാണെങ്കിൽ ഞങ്ങളവിടെയൊക്കെ ഈ ഓയിൽമെന്റ് പുരട്ടുന്നതിന്റെ മുന്നേ യൂസ് ചെയ്യണ ഒരു ഐറ്റം ഉണ്ട്. ഇതാണ് സാധനം, മുറിക്കൂട്ടി എന്നാ പറയാ. ഒരു അടിപൊളിയാണ്, നല്ല, അതായത് നല്ല നീറ്റിലുണ്ടാവുമെങ്കിലും ആ ഓയിൽമെന്റിനേക്കാളും
സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത്. അതുപോലെ തന്നെ ഇത് ഗാർഡനിങ്ങിന് പറ്റൂലെങ്കിലും ഇത് യൂസ് ചെയ്യും. കമ്മ്യൂണിസ്റ്റ് വെച്ചെന്ന് പറയും. ഇതൊക്കെ മുറിവിന് യൂസ് ചെയ്യണം ഈ ലീഫൊക്കെ. അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് വരുന്നത്, അങ്ങനെ പുണ്ണ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കും. പനിക്കൂർക്ക. അതുപോലെ തന്നെ തലവേദന, മുതിർന്ന ആൾക്കാർക്കും തലവേദന, അതുപോലെ കഫക്കെട്ടിനൊക്കെ വീണ്ടും ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിന്റെ പേര് ഇവിടെ പറയാ മുഞ്ഞൻ്റെല എന്നാണ്. പല നാട്ടിലും പല പേരായിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കുമ്പോൾ അതിലൊക്കെ ഇട്ട് വെക്കും. നല്ല സ്മെല്ലാണ്. ഇത് അരച്ചിട്ട് തലയിൽ പുരട്ടിയ തലവേദന മാറും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ തുളസിയുടെ ഹെർബൽ അറിയാലോ, എല്ലാത്തിനും യൂസ് ചെയ്യാൻ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ സ്കൂളില്, നമ്മുടെ വീട്ടില് ഒക്കെ ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ടാക്കാം. അപ്പൊ ഈ അലോപ്പതി ഫസ്റ്റ് എയ്ഡ് ഒക്കെ സൈഡ് എഫക്റ്റ്, ഇപ്പൊ ഇവൻ പാരാസെറ്റമോള് വരെ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിലും ഉണ്ടാവും. എത്ര നല്ലതാന്ന് പറഞ്ഞാലും അതിനൊരു ദോഷവശം കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ഹെർബൽ ഗാർഡൻ ഉണ്ടായാലും ഇപ്പം പെട്ടെന്ന് കുഞ്ഞു വീണ് മുറിവായാലും നമുക്ക് ഇത് പുരട്ടി കൊടുക്കാം. ഈ മുറിവ് കൂട്ടി ആക്കി കൊടുത്താലും കുഞ്ഞിന്റെ മുറിവ് ഉണങ്ങും. പിന്നെ ഞാൻ ഇതിൽ വെക്കാത്ത ഒരു സാധനം ഉണ്ട്, നമ്മള് മുറിവ് കെട്ടി വെക്കുന്നത്. ഞാൻ മനഃപൂർവ്വം വെക്കാത്തതാണ്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ആ ഒരു ബാൻഡേജ് അതിങ്ങനെ മേടിച്ച് വെക്കാറല്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺസ് ഇവിടെ ഉണ്ട്. അപ്പൊ മുറിവാവണ സമയത്ത് അത് വെച്ച് കെട്ടി കൊടുക്കാറാണ്. അപ്പൊ അത് ഇതിൽ വെച്ചിട്ടില്ല. അത്രേ ഉള്ളൂ മാം എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഓക്കേടാ, നല്ലായിരുന്നു കേട്ടോ. ഹെർബൽ ഗാർഡന്റെ ആ ഒരു എന്താ പറയാ, മോന് തോന്നിയ ആ ഒരു തീം വളരെ നല്ലതായിരുന്നു. എനിക്കും ഇഷ്ടമായി. ഞാനത് കേട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യും ഞാനും ഇരുന്നാണ് കേൾക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഐഡിയ നല്ല ഒരു ഐഡിയ ആണ്. ഓക്കെ, അമ്പിളി റെഡി ആണോ പ്രസന്റ് ചെയ്യാൻ? റെഡിയാണ്. ചിലപ്പോ പിന്നെ പോയിക്കോട്ടെ. എന്താണ് റേഞ്ച് കുറവാണെന്ന് എനിക്കറിയാം. ഞാൻ ഇടുക്കി ജില്ലയാണ്. എനിക്ക് റേഞ്ച് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. കാണാമോ? കാണാൻ പറ്റുന്നില്ല, കാണില്ല. മോനില്ലേ, ക്യാമറ ഓൺ ആക്ക്. ക്യാമറ ഓൺ ആക്കി കഴിയുമ്പോഴാണ് ഈ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. അമ്പിളി ആയോ? ക്യാമറ ഓൺ ആക്കി. കാണുന്നുണ്ടല്ലോ മാം. കാണുന്നുണ്ടോ? ഞാനും കാണുന്നുണ്ട്. എനിക്കും കാണാലോ. ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ ഭാഗത്ത് പറഞ്ഞോടാ. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ഒരു പാക്കറ്റ് ഇതുണ്ട്. കാണാമോ? പിന്നീടുള്ളത് മുറിവൊക്കെ പറ്റുമ്പോഴും ഉപയോഗിക്കുന്ന ഓയിൻമെന്റുകളാണ്. ഇതൊരു ചതയോ ഒക്കെ അല്ലെങ്കിൽ ജോയിന് ബാൻഡേഡാണ്. ഒരു സംഭവമാണിത്. ചിലതൊക്കെ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഞാൻ ഇടുക്കി ജില്ലയാണ്, അതുകൊണ്ടായിരിക്കും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്. അതെന്ന് വെച്ചാൽ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണോന്ന് അറിയില്ല. അതായിരിക്കും മോനെ. എനിക്ക് ഞാൻ സിസ്റ്റത്തിലെ മോനെ ഇമേജ് പോലും കാണുന്നില്ല. അതെ, ബാക്കി ആർക്കെങ്കിലും കാണാമോ? കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കാണിച്ച സാധനങ്ങള് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പറയുന്നത് ക്ലിയർ ആവണില്ല. അതെ, ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണിച്ചിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്താലോ?
കാരണം എനിക്ക് ടൈം ഇല്ല, എനിക്ക് ക്ലാസ് എടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഫസ്റ്റ് എയ്ഡ്. ആ ഞാനിത് മൊത്തം കൂടി കാണിച്ചാൽ മതി ആണെങ്കിൽ. കാണിച്ചാൽ മതി. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് കാരണം ബോക്സ്. എന്താണെന്നറിയാമോ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാണ്. ഇതിനകത്തുള്ള ഐറ്റംസ് ഞാൻ എല്ലാം പുറത്ത് ഒതുക്കി വെച്ചേക്കുമായിരുന്നു. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള ഓക്കെ. ഓക്കേടാ. റീജ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഒരു മിനിറ്റ്. ഓക്കെ, കാണാവോ? ഇപ്പൊ മോനെ കാണുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ മാം? ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഓക്കെ, ഇതൊരു ബെറ്റാഡിൻ സൊല്യൂഷൻ ആണ്. ഇത് ബെറ്റാഡിൻ. ഇത് അമൃത ടൈഗർ ബാം. ഇത് ഒരു ബേബി റബ്ബ്. പിന്നെ ഇത് കോട്ടൺ ആണ്, നമ്മുടെ മുറിവിനൊക്കെ പറ്റുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. ഇതും അത് തന്നെ കോട്ടൺ. ഇത് ബാൻഡേജ് ആണ്. ഇത് കുഞ്ഞ് മൂക്കിലൊഴിക്കാനുള്ള നാസൽ ഡ്രോപ്സ്, ജലദോഷമൊക്കെ വരുമ്പോൾ. ഇത് മുറിവൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് മുറിവെണ്ണ. പിന്നെ ഇത് ഒരു പച്ച ഇല ഇതാണ്. ഇത് മുറിവിനൊക്കെ വീഴൊക്കെ ചെയ്യുമ്പോൾ തേക്കാനായിട്ട് നല്ലതാണ്, പെട്ടെന്ന് ചോരയൊക്കെ നിൽക്കുവേ. ഇത് ചുമക്കൂർക്ക, കുട്ടികൾക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ ഇത് വാട്ടി ഇതിന്റെ ഇല കൊടുക്കുന്നത്, നീര് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് കറ്റാർവാഴ, വീഴുകയും പൊള്ളുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കറ്റാർവാഴ. ഈ പോറലൊക്കെ പോകാനായിട്ട്, സ്ക്രാച്ച് ഒക്കെ പോകാനായിട്ട് നല്ല. ഇതും പൊള്ളലിന്റെ ഒരു മരുന്നാണ്. പിന്നെ ഇത് ഓയിൻമെന്റ് ആണ്. ഇത് കൊതുകൊക്കെ കടിക്കുമ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് ഗ്യാസിന്റെ ഒരു ഇതാണ്, അയമോദകം. ഇതും ജലൂസില്. ഇത് സ്കിൻ ഓയിൽമെന്റ് ആണ്. ഇത് നമ്മുടെ തലവേദനയ്ക്കും പല്ലുവേദനയ്ക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ്. ഗൾഫ് ഇതാണ്. ഇത് ബാൻഡേജ് ആണ്. ഇത് നമ്മുടെ എന്തേലും ഉളുക്കൊക്കെ വരുമ്പോഴത്തേക്കും കെട്ടിവെക്കാനായിട്ടുള്ള. പിന്നെ ഇത് ടെമ്പറേച്ചർ നോക്കാനായിട്ടുള്ള പനിയുടെ. ഇതൊരു ബാൻഡേജ് ആണ്. പിന്നെ ഇത് പെയിൻ ഒക്കെ വരുമ്പോൾ തേക്കാനായിട്ടുള്ളതാണ്, ഡിക്ലോഫെനാക്ക് ജെല്ല്. ഇത് പാരസെറ്റാമോള്. ഇത് നമ്മൾ ഇതും സെട്രിമൈഡ് ആണ്, മുറിവിനൊക്കെ തേക്കാനായിട്ടുള്ളത്. ഇത് ഒറാസോറ്, വായിൽ കുരുവൊക്കെ വരുമ്പോഴേക്ക് തേക്കാനുള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വരുമ്പോൾ കൊടുക്കാനുള്ള പാരസെറ്റാമോള്. ഇതും സാൽബെട്ടാമോള്. അംബ്രോഡിലുണ്ട്. അംബ്രോഡിൽ കുഞ്ഞെടുത്തോണ്ട് പോയി. ഓക്കെ മാം, ഇത്രേ ഉള്ളൂ. ഓക്കേടാ, നല്ലതായിരുന്നു കേട്ടോ. ഞാൻ പറയട്ടെ? ഷാംല. എടാ, പ്രസന്റ് ചെയ്തേട്ടാ. പറഞ്ഞോടാ. അപ്പൊ എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, എനിക്കിവിടെ നല്ലൊരു ബോക്സ് എപ്പോഴും ഉണ്ടായിരുന്നു. എന്റെ കൊച്ച് മരുന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം, എപ്പോഴും എടുത്തോണ്ട് പോയി കുടിക്കല. അപ്പൊ അത് എവിടെയോ എടുത്തു വെച്ചിട്ട് കാണില്ല. ഇതിപ്പോ ഞാൻ തട്ടിക്കൂട്ടി പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. സിസേഴ്സ്, മറ്റേ ബാൻഡേജ്, ഇത് നമുക്ക് വേദനയ്ക്ക് പരട്ടണ ഓയിൽമെന്റ്, ഇത് മറ്റേ ഫംഗസിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചൊറിച്ചിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വെക്കണത്. ഇത് ഇതും അങ്ങനെ തന്നെ കാൻഡിഡ് ബി. ഇതും അതുപോലെ തന്നെ ചൊറിച്ചിലിന് പരട്ടണത്. പിന്നെ ഇത് പൊള്ളലിന് പരട്ടണ ഇത് ആയുർവേദ മരുന്ന്. ഇത് വേദനയ്ക്ക് പരട്ടണ ആയുർവേദ മരുന്ന്. പിന്നെ ചുമയുടെയും. എന്റെ കൊച്ചു ഇന്നലെ വന്നിട്ട് ചുമയുടെ മരുന്ന് ഇതിൽ നിന്ന് എടുത്തോണ്ട് പോയി വീണ്ടും. ആളെ ഇടക്ക് ചുമയും പനിയും വരുമ്പോ മരുന്ന് കുടിക്കാൻ ഭയങ്കര താല്പര്യം ആൾക്ക്. അപ്പൊ എനിക്ക് ഓൾറെഡി മറ്റേ കോട്ടനൊക്കെ, വലിയ കോട്ടന്റെ സാധനമൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, എപ്പോഴും വീടിനും പൊട്ടനൊക്കെ കാരണം. ആള് മരുന്ന് കുടിക്കാൻ ഓരോന്നോരോന്ന് എടുത്തോണ്ട് പോകും. ഇത്രേ ഉള്ളൂ മാം. കുറച്ചുകൂടെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഞാൻ പറയട്ടെ? എടാ ഓർഡറിൽ വിളിക്കടാ,
മെസ്സേജ് അയച്ചിട്ടില്ലേ മോൻ? ശിവശ്രീ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് മെസ്സേജ് അയച്ചല്ലോ കേട്ടോ. ഉണ്ട് ആയിഷ ഉണ്ട്. കേട്ടാ, ആയിഷ ആയിഷ ഇല്ലാലോ. അടുത്ത ആൾ ട്ടാ, ബിജിത. ഐഷ കഴിഞ്ഞ് റഷീദ് അല്ലേ മാം? റഷീദ് അല്ല, ബിജിത ഇല്ലേ? വിജിതയുണ്ട് 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 ആ, മാം മിസ്റ്റർ കേൾക്കുന്നുണ്ടോ? റഷീദ്. ആ. ആ ആ ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇതില് നെബുലൈസ് ചെയ്യുന്നുണ്ട് വീട്ടിലെ കുട്ടികൾക്ക്. അപ്പൊ അതിനുള്ള മരുന്നുകളാണിത്. നെബുലൈസർ, നോർമൽ സലൈനും പിന്നെ ആസ്താലിന്റെ കുറച്ച് ട്യൂബ്സ് ആണ്. അത് നെബുലൈസ് ചെയ്യാറുണ്ട്. പിന്നെ മോൾക്ക് ഒരു അലർജി ഉണ്ട്, അപ്പൊ അതിന് എപ്പോഴും നാസൽ സ്പ്രേ വേണം, അതുണ്ട്. പിന്നെ പൊട്ടിയോടത്ത് ഒരു സ്പ്രേ മുറിവിലൊക്കെ ഉപയോഗിക്കുന്നത് ഗൾഫിൽ നിന്ന് കൊണ്ടാണ്. ഒരു സ്പ്രേ ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് സ്പ്രേ. പിന്നെ ഒരു പൊള്ളിയോടത്തൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ ഉണ്ട്, ബേൺ റിലീഫ് സ്പ്രേ ആണത്. ഇതും ഗൾഫിൽ നിന്ന് കൊണ്ടതാണ് കേട്ടോ. പിന്നെ ഒരു വായില് കുരുവൊക്കെ വരുന്നതിനുള്ള ഒരു ചെറിയൊരു ഓയിൽമെന്റ് കുട്ടികൾക്കാണ് ഇതുള്ളത്. പിന്നെ കുട്ടികളുടെ ഒരു ജലദോഷത്തിനൊക്കെ കൊടുക്കണ എപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട്, ഒരു ടോണിക്ക്. പിന്നെ സാധാരണ മൂക്കില് നമ്മൾ ഇറ്റിക്കുന്ന മരുന്നുണ്ട്. പിന്നെ ചുമക്കൊക്കെ നമ്മള് ആയുർവേദത്തില് താലിസ്പത്രാതി എന്ന് പറഞ്ഞിട്ടൊരു പൊടി, ഇത് കുട്ടികൾക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ. ഇത് മാത്രം ആയുർവേദമാണ്. പിന്നെ കുട്ടികളുടെ സാധാരണ പാരസെറ്റമോള്, മെഡാമോൾ. പിന്നെ വലിയവരുടെ ഡോളോ, ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വലിയ ആൾക്കാർക്ക് കഴിക്കുന്ന ജലദോഷത്തിന്റെ ഒരു മരുന്നാണിത്. പിന്നെ മൂവുണ്ട്. പിന്നെ ഒരു തെർമോമീറ്റർ ഉണ്ട്. മാനുവലാണ് ഇത്തിരി നല്ലത്, ഡിജിറ്റൽ എപ്പോഴും ഇറവ് വരാറ് പതിവ്. ഇത് ഡിജിറ്റലാണ് കേട്ടോ. പിന്നെ ചൊറിച്ചിലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലോഷൻ ഉണ്ട്. കുട്ടികൾക്ക് ഇത്തിരി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണിത്. പിന്നെ കണ്ണിലൊഴിക്കുന്ന ഒരു ചെറിയ ഒരു ലിക്വിഡ്, മോൾക്ക് പൊടി അലർജി ഉള്ളതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കണം. പിന്നെ സാധാരണ ടൈഗർ ബാം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു മാം. മാം ഞാൻ പറയട്ടെ, നേരത്തെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷെങ്കിൽ എന്താന്നറിയില്ല, കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആയിഷ. ഒരു മിനിറ്റ് ചെയ്യാട്ടാ. ഒരു മിനിറ്റ് ആയിഷ, പിൻ ചെയ്തിട്ട് ഞാൻ പറയാം. ഒരു മിനിറ്റ്. ഓക്കെ, ആയിഷ പ്രസന്റ് ചെയ്തോട്ടാടാ. ഓക്കെ, ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. തട്ടിക്കൂട്ടിയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്. പിന്നെ ഞാനിത് എപ്പോഴും ഉണ്ടാകുന്നതാണ് കയ്യിൽ. ഇത് മൗത്ത് വാഷ് ആണ്. എനിക്ക് അധികം പല്ല് വേദന ഉണ്ടാവാറുണ്ട്, അപ്പൊ ഇത് മൗത്ത് വാഷ് ആണ്. അതുപോലെ ഇത് ആന്റിബയോട്ടിക് ഇല്ലേ, പല്ലിന്റെ പഴുപ്പിന്റെ, അതിന്റെ ഗുളികയാണ്. ഇത് ബാൻഡേഡ്. എപ്പോഴും ഈ ചെറിയ ബാൻഡേഡാണ് ഞങ്ങൾ ഒട്ടിക്കാറുള്ളത്. പിന്നെ ഇത് പൊള്ളലിന്റെ മരുന്ന്, അടിപൊളി മരുന്നാണ്. വേഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ഇതാക്കിയാൽ തന്നെ പെട്ടെന്ന് അത് മാറിക്കിട്ടുന്നുണ്ട്. ഹൈസിൽ എന്ന് പറഞ്ഞിട്ട്, ഹൈസിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ 89 റിയാൽ അങ്ങനെ നല്ല റേറ്റും ഉണ്ട് അതുപോലെ. പക്ഷേങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടുന്നുണ്ട് നമുക്ക്. എൻ്റെ മോൻ്റെത് ഇതിൻ്റെ ഇടക്ക് നല്ല ചൂട് വെള്ളം മേത്തിയതായിട്ട് അങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത് തേച്ചപ്പം തന്നെ മാറിയിട്ടുണ്ടായി. അതുപോലെ ഇത് പനിന്റെ പനാൻഡോൾ എന്ന് പറയുന്നത് പനിന്റെ മരുന്ന്. ചുമയുടെ ഐവിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചുമയുടെ മരുന്ന്. പിന്നെ എനിക്ക് ശ്വാസം മുട്ടലുണ്ട്, ഗുളികയും ഇൻഹൈലറും. ഇത് നമ്മുടെ ജലദോഷത്തിനുള്ള നാസൽ സ്പ്രേ. ഇത് പല്ലുവേദനയുടെ നോ പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പല്ലുവേദനയുടെ ഗുളിക. ഇത് നമ്മുടെ പാരസെറ്റമോൾ പോലത്തെ, ഇവിടുത്തെ ഓമോൾ എന്നാ പറയാ. പാരസെറ്റമോൾ തന്നെ ഇവിടെ ഓമോള്. ഇതും അത് തന്നെ ഓമോള്. ഇത് പല്ലുവേദനയുടെ തന്നെ വേറൊരു ഗുളികയാണ്. ഇത് ഹമലാറ് പറഞ്ഞിട്ട്, ഇതും പെട്ടെന്ന് നമുക്ക് ഇച്ചിങ് മാറും, ഈ ചൊറിച്ചില് അതുപോലെ റാഷസ് ഇതൊക്കെ പെട്ടെന്ന് മാറും, ഹമലാറ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ വിക്സ്, ആക്സോയില്, അതുപോലെ ഈ ഇയർ ഡ്രോപ്സ് ആണിത്, ചെവിയിലിട്ടിക്കുന്നത്. ഇതും പല്ലുവേദനന്റെ പൊടി കലക്കി കുടിക്കുന്നത്. പല്ലുവേദന മെയിനാണ്. ഓക്കെ, താങ്ക് യു.
ഓക്കേടാ. ഇനി ആരാണ്? റഷീദ. ഓക്കെ. അതേ സമയമില്ല, ഞാൻ 12 ആവുമ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ അത്രയും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണാൻ പറ്റുള്ളൂ. വേഗം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്, ഫുൾ ഇമേജ് ഒന്ന് കാണിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് മാം എന്റെ ഫസ്റ്റ് എയ്ഡ്. ഓക്കേടാ. സിസേഴ്സ് ഉണ്ട്, കോട്ടൺ ഉണ്ട്, വിക്സ്, ബെറ്റാഡിൻ, ഓക്കെ, പാരസിറ്റമോള്, തെർമോമീറ്റർ. പിന്നെ ഹെർബൽ ഗാർഡൻ എനിക്ക് ഉണ്ട്, പക്ഷെ പുറത്തിടാൻ പറ്റാതെ ഇത് ചിക്കൻ ബോക്സ് ഇട്ടിരിക്കുവാണ്. ആണോ? ഇപ്പൊ എത്ര ദിവസമായി? 5 ദിവസമായി. ഓക്കേടാ. റെസ്റ്റ് എടുക്കട്ടെ. കുട്ടികളൊക്കെ ഉണ്ടോ? 10th പഠിക്കുന്ന മോനായിരുന്നു ആദ്യം. അവന് കഴിഞ്ഞു, ഹസ്ബൻഡിനെ ആയി, എനിക്കായി. ചെറിയ മോനായി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ആണല്ലേ? ഓക്കെ. റെസ്റ്റ് എടുക്കുക. അസുഖം ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങാം. കാരണം ഇത് സ്പ്രെഡ് ഡിസീസ് ആണെന്ന് അറിയാലോ, സ്പ്രെഡ് ചെയ്യും. വീട്ടിലെല്ലാവർക്കും ഏകദേശം വന്നിട്ടുണ്ടോ? പുറത്തേക്ക് പത്തി പഠിക്കുന്ന കുട്ടീനെ വിട്ടു തുടങ്ങിയ ക്ലാസ്സിൽ? 2-3 ആഴ്ച പോയില്ല, പിന്നെ കുളിച്ച് ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാ പോയെ. ഇങ്ങനെ നോക്കണം കേട്ടോ. ഇപ്പൊ ഒരാൾക്ക് വന്നു, അയാള് 2 ആഴ്ച കഴിഞ്ഞ് കുളിച്ചിട്ട് 15 ദിവസം തോന്നുന്നുണ്ട്, 15 ദിവസം കഴിഞ്ഞ് കുളിച്ചിട്ട് നോക്കിയിട്ട് പുറത്തോട്ട് വിട്ടാൽ മതി. ഹസ്ബൻഡ് ഒക്കെ ആണെങ്കിൽ ജോബിന് പോകും. ഇളയാളെ വിട്ടാ. ഇളയാളെ എത്ര വയസ്സാ? 8 വയസ്സ്. എത്രയിലായിരിക്കും പഠിക്കണേ? 3-ലോ? 3-ല്. അപ്പൊ അത് നോക്കിയിട്ട് വിട്ടാൽ മതി. കാരണം മറ്റു കുട്ടികൾക്ക് നമ്മളായിട്ട് വരണ്ടല്ലോ. ലീവ് വിളിച്ചു പറഞ്ഞു, ഇനിയിപ്പോ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് വിടുന്നുള്ളൂ. വിട്ടാ മതി. ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു മോന് ഹോസ്റ്റലിലാണ്, അത് കാരണം രക്ഷപ്പെട്ടു. 3 പേരുണ്ട്. 3 മോൻ ഡിഗ്രിക്ക് പഠിക്കുക. ഓക്കേടാ. അപ്പൊ ഞാൻ പറഞ്ഞത് സ്പ്രെഡ് ആവും ഈ അസുഖം. ഈ അണുക്കൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ പുള്ളിക്ക് കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കും. അത് അതിന്റെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പൊ മറ്റു കുട്ടികൾക്ക് സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ. എന്റേത് ഫസ്റ്റ് ഇയറാ. ഞാനപ്പോ എല്ലാവർക്കും 3 പിള്ളേരുണ്ടോ, വലിയ കുട്ടികളാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. താങ്ക് യു. ഓക്കേടാ. അടുത്ത ആള് കാണിച്ചോട്ടെ. ഇന്ദു ആണ്. ഗുഡ് മോർണിംഗ് മാം. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എയ്ഡുകളിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ബെറ്റാഡിൻ, അതേപോലെ പിന്നെ മോന് ശ്വാസം മുട്ടുണ്ട്, അതിന്റെ ഇൻഹേലർ പ്രത്യേകിച്ച്. പിന്നെ അങ്ങനെയില്ലേ, ചെവി വേദനയുടെ മരുന്ന്, പിന്നെ മീനെണ്ണ ഗുളിക, പിന്നെ കോട്ടൺ, പിന്നെ വേദനയ്ക്ക് പരട്ടണ ഓയിൽമെന്റ് ആയുർവേദാണ്. അതുപോലെ വേദനയ്ക്ക് പരട്ടണ ഒരു ബാൻഡേജ് ഉണ്ട്, ഇത് വേദനയുള്ളടത്ത് ഒട്ടിക്കുക ചെയ്യാം. പിന്നെ ഡെറ്റോള്, പിന്നെ ചുമക്ക് കഴിക്കുന്ന പൊടി ആയുർവേദാണത്, വ്യോഷാദി വടകം. പിന്നെ ഇത് രാസ്നാദി പൊടി, ഇത് എനിക്ക് എപ്പോഴും വേണം. കുളി കഴിഞ്ഞിട്ട് പരട്ടിയില്ലെങ്കിൽ അപ്പൊ തുമ്മല് വരും. പിന്നെ ബെറ്റാഡിൻ, പിന്നെ ഇത് ക്ഷീരബലം, ഇങ്ങനെ വയ്യാതെ ആകുമ്പോഴൊക്കെ ഒരു തുള്ളി കഴിക്കാനുള്ളത്. പിന്നെ ഇത് കണ്ണില് പറ്റുന്ന ഒപ്തോക്കെയർ ആയുർവേദത്തിന്റെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ വിക്സ് മൂക്കടപ്പിന് ഇത് വലിക്ക, അത്. പിന്നെ ആവി പിടിക്കണത്. ഓക്കെ, താങ്ക് യു മാം. അപ്പോ ഇന്നത്തെ ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത ബാക്കിയുള്ളവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ ചെയ്തത് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ മേത്ത് എന്തെങ്കിലും ഇൻസെക്ട് കടിക്കുവാണെങ്കിൽ നമ്മൾ സ്പ്രേ ഇല്ലേ, അതിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ പശുവൊക്കെ ഉള്ള ആൾക്കാരുടെ വീട്ടിൽ വലിയ ഇച്ചയുണ്ട്, അത് നമ്മുടെ മേത്ത് വന്നിരുന്ന അത്രയും ഭാഗം തടിച്ചു പൊന്തി വരും. അങ്ങനെയൊക്കെയുള്ള കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സ്പ്രേ ഇല്ലേ, നമ്മുടെ ബോഡി സ്പ്രേ. അത് യൂസ് ചെയ്താൽ പെട്ടെന്ന് കുറയും, പിന്നെ നീർക്കെട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കേടാ, പുതിയ അറിവായിരുന്നു. മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇനി
കാണിക്കാത്തവര് ജസ്റ്റ് വീഡിയോ ഓൺ ആക്കി എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് എങ്ങനെ ഒന്ന് കാണിച്ചു പോയാൽ നമ്മള് എല്ലാവരും ഒന്ന് കാണിച്ചു കേട്ടോ, കാണിക്കാത്തവരെല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് അവരുടെ ഫസ്റ്റ് എയ്ഡ് ഒന്ന് കാണിച്ചു. ഓക്കേടാ, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, നമ്മള് ക്ലാസ് പോവില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പ്രസന്റ് ചെയ്യാൻ. നബിലൈസ് ചെയ്യുന്നതിന്റെ ഇതെല്ലാം ഉണ്ട്, വേറെ പ്രത്യേകിച്ച് ഇപ്പൊ കാണിച്ചതൊക്കെ തന്നെയാണുള്ളത്. ബാക്കിയുള്ളവരോ? മാം വേണ്ട, ഇത് ത്രോംബോമൈസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിന്റ്മെന്റ് ആണ്. ചതവൊക്കെ വരുമ്പോഴത്തേക്കും അത് ബ്ലഡ് ഡൈല്യൂട്ട് ആയിട്ട് പോവാനായിട്ട് അതൊരു ഓയിന്റ്മെന്റ്. പിന്നെ ബാക്കിയുള്ള മരുന്ന് എല്ലാം ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രേ. ഇതെന്ന് പറയുന്നത് മുപ്പിറോസിൻ ഓയിന്റ്മെന്റ് ആണ്. നമുക്ക് മുറിവൊക്കെ വരുമ്പോഴത്തേക്കും എളുപ്പം ഇട്ടിട്ട് എളുപ്പം ഉണങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇത് കോട്ടൺ ബാൻഡേഡ്, പിന്നെ ഇത് ഒട്ടിക്കുന്നത് സിസേഴ്സ്, പിന്നെ അത്യാവശ്യം ഫെപ്പാനില് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന ഫെപ്പാനില്, പിന്നെ വിക്സ് ഇൻഹേലർ, പിന്നെ വേറൊരു ബോക്സിൽ എല്ലാ മരുന്നും വെച്ചിട്ടുണ്ട് മാം. സൈക്ലോപ്പാം അങ്ങനെയുള്ള വയറുവേദനയ്ക്കൊക്കെയുള്ള മരുന്ന് വെച്ചിട്ടുണ്ട്. മാം എന്റെ ഇതില് പെണ്ണാന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഇത് നമുക്ക് ഈ പരു പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എന്താ താറാവ് മുട്ടയില് ഈ എണ്ണ ഒഴിച്ചിട്ട് താറാവ് മുട്ട പൊരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വേപ്പെണ്ണ എന്റെ വീട്ടിലുണ്ടായപ്പോ അത് കഴിച്ചതാണ്, പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ മാറിയായിരുന്നു, അത് ചുരുങ്ങി പോയിട്ടുണ്ടായിരുന്നു. മാം ഇതൊരു മാം എന്റെ ഉള്ളത് വീട്ടിൽ നോക്കുന്ന മെഷീന്. മാം ഇത് എണ്ണയാണ്, തലവേദന ഉണ്ടെങ്കിൽ ഇത് തേച്ചാ വേഗം തന്നെ അത് മാറും. കായത്തിരിമേൻ എന്ന പേര് ഇതിന്റെ. എല്ലാവരെയും പ്രസന്റ് ചെയ്യാനുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ നെബുലൈസേഷൻ അവർ പറഞ്ഞ നെബുലൈസേഷൻ ഇത്. പിന്നെ ഉള്ളത് ജാതിക്കേന്റെ കുരു. അത് ഈ കുട്ടികൾക്ക് പിന്നെ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതിന്റെ ഉള്ളത്തെ കുരു ചതച്ചിട്ട് വെള്ളത്തിലോ തൈരിലോ ആക്കി കൊടുത്താല് ഛർദി പിന്നെ ദഹനക്കേടൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ പോകും. ഈ ജാതിക്കേന്റെ ഇതാണ് ആസനം, ജാതിക്കേന്റെ കുരു. എല്ലായിടത്തും എന്താ ഇത് ആരും കാണിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇത് കുഞ്ഞുങ്ങൾക്ക് വിര അളക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണ മരുന്നാണ്. വിരശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താല് വേഗം മാറിക്കിട്ടും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വേറെ ഒന്നുണ്ട്, ഒമേഗ3 പറഞ്ഞാൽ ജൂനിയർ കുട്ടികൾക്ക് കൊടുത്തതിനാല് ഫിഷ് ഓയിലും അതുപോലെ തന്നെ ഹണിയും വിറ്റാമിൻ എയും ബിയും സിയും ഡിയും ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്, ഫോളിക് ആസിഡൊക്കെ അടങ്ങിയ ഒരു സിറപ്പാണിത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ പറയുക ഇമ്മ്യൂണിസേഷനും എല്ലാം ഉണ്ടാവും. നമുക്ക് എന്താ പറയുക കുട്ടിക്ക് സ്ട്രെങ്ത് ഉണ്ടാവും, ബുദ്ധി വികാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു മരുന്നാണിത്. മോൻ കാണിച്ച വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ബാക്കി ആരുടെയും കാണാനായിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് പോർഷൻ സമയം അത്രയും ഉള്ളൂ. നമുക്ക് അളവ് ചെയ്തിട്ടുള്ള അതൊരു ക്ലാസ്സിനാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണിക്കാന്ന്. അത് കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ ഇനിയിപ്പോ എടുക്കാൻ പോകുന്ന യൂണിറ്റിന്റെ പേര് ചൈൽഡ് വെൽഫെയർ എന്നാണ്. അതിന് മുമ്പ് 2 യൂണിറ്റുകൾ ഉണ്ട്. അപ്പോ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ എടുക്കും. ഇപ്പൊ എടുക്കാൻ പോകുന്നത് ചൈൽഡ് വെൽഫെയർ യൂണിറ്റ് 8 ആണ്. എല്ലാവരും എടുത്തേത്? ഓക്കെ, ചൈൽഡ് വെൽഫെയർ അല്ലേ? എന്ത് ചൈൽഡ് വെൽഫെയർ മീനിങ്, മലയാളം മീനിങ്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു. തീർന്നായിരുന്നോ മറ്റേ ബേണിംഗ്? അത് തീർന്നായിരുന്നോ മാം? മൊത്തം തീർന്നോ? അത്രേ ഉള്ളൂ? എന്താണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ തീർന്നോ? ഫസ്റ്റ് എയ്ഡിന്റെ കംപ്ലീറ്റ്ലി തീർന്നായിരുന്നോ? കംപ്ലീറ്റ്ലി തീർന്നില്ലേ? ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കിയില്ലേ? എനിക്ക് തോന്നി മാം ബേൺസ് ആൻഡ് സ്കാൽസ് അവിടെ ട്രീറ്റ്മെന്റില് ബേണിംഗ് ഒക്കേഴ്സ് എന്ന് പറഞ്ഞ് ഞാനൊരു ഹെഡിങ് എഴുതിയിട്ടിരിക്കുക, പിന്നെ അങ്ങോട്ട് എഴുതിയില്ല. അവിടെ എന്തോ പറയാൻ വിട്ട പോലെ തോന്നി മാം. ഇല്ല, അതിന്റെ ബാക്കി എടുത്തിട്ടില്ല മാം. എടുത്തിട്ടില്ല മാം? ഇല്ല മാം, എടുത്തിട്ടില്ല. അത് കംപ്ലീറ്റ് ആക്കി. സ്കാൽസ് എന്താണെന്ന് പറഞ്ഞു. ബോയിൽഡ് വാട്ടർ,
അതിലൂടെ സ്കാൻസ് ഉണ്ടാവുന്നു. ബേണിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്? അവിടം വരെ എടുത്തിട്ടുള്ളൂ മാം. ആ അതെ. നമ്മളത് ബേൺഡ് പ്ലേസിൽ മലയാളത്തിൽ മീനിങ് ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബേൺ ചെയ്ത പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യുക, ഒഴിക്കുക. അതേപോലെ പേഷ്യന്റ് കൊളാപ്സ് ആവാതെ നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരാം. കാരണം പെട്ടെന്ന് ടെൻഷൻ ആയിരിക്കും, ചൂടുള്ളോ അല്ലെങ്കിൽ ചൂട് പാലൊക്കെ മേത്തേക്ക് വീഴുമ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേ എന്നുള്ള ആ ടൈമിൽ ടെൻഷൻ വരാറുണ്ട്. അതേപോലെ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്സ് ബേൺ ചെയ്ത സ്ഥലത്ത് പരത്താം. സോ കോക്കനട്ട് ഓയിലോ ക്ലീൻ വാട്ടറോ നമുക്ക് കുറച്ച് ചെറിയ ബേണിംഗ് ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. അലോവേറ ജെൽ അതൊക്കെ നല്ലതാണ്. ബേൺസ് സീരിയസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, മെഡിക്കൽ കെയർ എടുക്കണം. ഓക്കെ, ഇത് ലാസ്റ്റ് പറയുന്ന പാരഗ്രാഫ് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ഇനി അടുത്ത നിങ്ങളെല്ലാവരും കുറച്ച് കഴിയുമ്പോ എന്താവും, ടീച്ചേഴ്സ് ഒക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കണ്ടേ, കേപ്പബിൾ ആയിരിക്കണ്ടേ? ഇപ്പൊ ഏകദേശം എങ്ങനെയാണ് ഓരോ അസുഖത്തിനും ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മാറി നിൽക്കില്ല, പേടിച്ച് നിൽക്കൂല. ഒരു കുട്ടി തലകറങ്ങി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ചുറ്റും കൂടിയുന്ന ആൾക്കാരൊക്കെ മാറ്റി അവന് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്ന രീതിയിലാക്കി കൊടുക്കൂലേ ആ ഒരു പ്ലേസ്. അതേപോലെ മുഖത്ത് വെള്ളം ഒഴിക്കാനും അവന് വെള്ളം കുടിക്കാനും. അതേപോലെ ഇനി ഒരാളെ മുങ്ങിപ്പോയി വിചാരിക്കും, അതിനെ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എന്താണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ? എപ്പോഴാണ് CPR കൊടുക്കേണ്ടത്, എപ്പോഴാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, the first aider should be careful in defecting the natural of temporary treatment to be operated to the patient. അപ്പൊ ഫസ്റ്റ് എയ്ഡ് നമ്മളൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് അവിടുത്തെ ഫസ്റ്റ് എയ്ഡ്. ഇന്ന ആളായിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടെമ്പററി ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല അറിവ് ഉണ്ടാവണം. He or she should have some essential qualities such as compassion, gentleness, power of conclusion, resourcefulness, altruism. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യം വേണം, നല്ല പവർ ഓഫ് കോൺഷ്യസ്നെസ് വേണം, കൺക്ലൂഷൻ വേണം, നമുക്ക് ഇന്ന കാര്യം ചെയ്യണം എന്നൊരു തീരുമാനം എടുത്ത് അത് കൊടുക്കാനുള്ളൊരു ധൈര്യവും കോൺഫിഡൻസും. അതേപോലെ നമ്മുടെ ചുറ്റുമുള്ള റിസോഴ്സസ് എന്ത് ചെയ്യണം, എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ മുങ്ങി പോകണം നമ്മൾ കണ്ടു, ജസ്റ്റ് നമ്മുടെ അടുത്തൊരു കയറ് കിടക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ കയറ് ഏതെങ്കിലും ഒരു മരത്തുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് ആൾക്കാരോട് ഇൻഫോം ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പുഴയിലേക്ക് ഇറങ്ങാനായിട്ട്. നീന്തൽ അറിയുന്ന ആളാണെങ്കിൽ. നീന്തൽ അറിയാത്ത ആളാണെങ്കിൽ നമ്മൾ ആ കയറ് എന്ത് ചെയ്യാൻ നോക്കുക, പുഴയിലേക്ക് ആ ഒഴുകി പോകുന്ന ആളുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. എന്ത് ചെയ്യുക, ആ ഒരു മരത്തുമ്പോൾ ചുറ്റിയിട്ട് വലിക്കുക, നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാനായിട്ട് നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് എയ്ഡ് റിസോഴ്സ്ഫുൾനെസ്, നമ്മുടെ അടുത്തുള്ള റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആരെ അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് എയ്ഡർ അറിഞ്ഞിരിക്കണം. He should be very efficient and quick to render help to the victim. അദ്ദേഹം എഫിഷ്യന്റ് ആയിരിക്കണം, ക്വിക്ക് ആയിരിക്കണം, പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണ്ട. അങ്ങനെ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ചിലർ കാണുമ്പോൾ നമ്മൾ പറയൂലേ, അതേണ്ട അവള് ഭയങ്കര ചുറുചുറുക്കോടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് പോലും അവർ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് അവർക്ക് നല്ല കപ്പാസിറ്റി ആയിരിക്കും. ചിലവർ കണ്ടുകഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവര് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ അവർക്കത് എങ്ങനെ അത് ഓവർകം ചെയ്യണം എന്ന് അവർക്ക് നല്ല ധാരണ ഉണ്ടാവും. പെട്ടെന്ന് അത് ഓവർകം ചെയ്യാം എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയന്മാരെന്ന് വിചാരിക്കൂലേ, മടിയന്മാരെന്ന് നമ്മൾ പറയുന്ന ആൾക്കാരാണ്. കാരണം അവരാണ് ഒരു ടാസ്ക് ഏറ്റവും എളുപ്പമുള്ള വേയില് ചെയ്തു തീർക്കാനായിട്ട് നോക്കുന്നത്. കാരണം ബാക്കിയുള്ള സമയം അവർക്ക് വെറുതെ ഇരിക്കാലോ. ആ ഒരു സിംറ്റമാണ് ഏത് ഞാൻ പറഞ്ഞ എഫിഷ്യന്റ് ആയിട്ടുള്ളവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്റെ ഒരു ക്യാരക്ടറാണ് അത്. കാരണം ഞാൻ അത്യാവശ്യം നല്ല മടിയുള്ള ടീമാണ്. പക്ഷെ എനിക്ക് തരുന്ന ടാസ്ക് തന്നെ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം അല്ലെങ്കിൽ ഷോർട്ട് കട്ട് വഴിയൊക്കെ ആയിരിക്കും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യണത്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള സമയം ഞാൻ എന്ത് ചെയ്യാൻ നോക്കും, ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് നോക്കാം. കാരണം എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ കേസിലാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ക്യാരക്ടർ ഒന്ന് ഒബ്സർവ് ചെയ്താലും നമ്മൾ അങ്ങനെയാണോ നോക്കണം. കാരണം ചെയ്യുന്ന ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്നവര് അല്ലെങ്കിൽ അവര് പടിയന്മാരല്ലല്ലോ, ബാക്കിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ജോബ് തന്നെ കുറെ നേരമൊക്കെ എടുത്തിങ്ങനെ പതുക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഭയങ്കര ലേസി ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് എഫിഷ്യന്റ് അല്ല, ക്വിക്ക് അല്ല. പക്ഷെ ഈ പറഞ്ഞ ഒരു ജോബ് ചെയ്യാൻ കുറെ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്താണ്
കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതാണ് പറഞ്ഞത്, നമ്മുടെ അടുത്തുള്ള റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കയറാണ്, അത് നോക്കാണ്ട് ആൾക്കാരെ വിളിച്ച് കൂട്ടാനോ അല്ലെങ്കിൽ ഇറങ്ങി ചാടി എന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തി രക്ഷപ്പെടുത്താനൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും റിസ്ക് വന്നാൽ അത് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും എന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും വേണം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനി ആണ്. കോമൺ ആയിട്ട് വരുന്ന ഫസ്റ്റ് അല്ല, ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്. കാരണം സ്കൂൾസിൽ എവിടെ വേണമെങ്കിലും ആക്സിഡൻസ് സംഭവിക്കാം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട ടൈം, ആക്സിഡൻസ് സംഭവിച്ച ഫസ്റ്റ് അവേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ടൈമിൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ആ ഓൾറെഡി ട്രീറ്റ്മെന്റ്സ് ആണ് ആ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് സ്കൂളിൽ വേണം എന്ന് നിർബന്ധം പറഞ്ഞു. അതേപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തൊക്കെ സാധനങ്ങൾ ഇൻക്ലൂഡ് ആക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാനപ്പോ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരുടെ വീട്ടിലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. അതേപോലെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ സിറ്റുവേഷനിലും എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഒരാൾക്ക് അലാറങ്ങി വീണിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്, ബ്ലീഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുറിവ് സംഭവിച്ചിട്ട് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്, ദെൻ നമ്മള് ഒരു സ്നേക്ക് ബീറ്റ് ചെയ്ത് ഒരു പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരാള് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, ബേൺസ് പൊള്ളലായി കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണ്ടേ, എന്തെല്ലാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ധാരണയുണ്ട് ഇല്ലേ? യെസ് മാം. ഓരോരുത്തരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് പ്രാപ്തരാണ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരെയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പ്രാപ്തരാക്കാം. ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു കമ്പാനിഷൻ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു എന്താണ് കോൺഫിഡൻസ്, എനിക്കും ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചാല് എനിക്കും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, അതിനെക്കുറിച്ച് എനിക്കും അറിവുണ്ട്. CPR കൊടുക്കണത് എങ്ങനെയാണ്, അതേപോലെ എങ്ങനെയാ റെസ്പിറേഷൻ കൊടുക്കേണ്ടത്, നമ്മുടെ മൂക്ക് പുറത്ത് പിടിച്ച് വായിലൂടെയാണ് ശ്വാസം കൊടുക്കേണ്ടത്. വീഡിയോ ഒക്കെ കണ്ടു നോക്കിയ CPR കൊടുക്കണതിന്റെ റെസ്പിറേഷന്റെ ഒക്കെ ആരും കണ്ടു നോക്കിയില്ല? കണ്ടു മാം. ഓക്കെ, യൂട്യൂബിൽ ഒന്ന് നോക്കുക, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, CPR കൊടുക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇതെല്ലാം നോക്കുക, എങ്ങനെ കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കുക. കാരണം നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്ററിന്റെ ഉദ്ദേശം. അത് തന്നെയാണ്, നമുക്കൊരു സിറ്റുവേഷന്റെ ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വ്യക്തിക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. അത് നമ്മൾ പറഞ്ഞ ചാപ്റ്ററായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ചൈൽഡ് വെൽഫെയർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശിശു സംരക്ഷണം അല്ലെങ്കിൽ ശിശുക്ഷേമം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, കുട്ടികളുടെ ക്ഷേമം. കുട്ടികൾക്ക് വേണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ അമൂല്യമായ സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരാണ്? കുട്ടികളാണ്. നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മളുടെ ഓരോ കുഞ്ഞു മക്കളും, അല്ലെ? നമ്മുടെ രാജ്യം ഇനി എങ്ങനെയായിരിക്കണം, അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം ആരാണ്? ഈ പുതിയ ജനറേഷനാണ്, ന്യൂ ജനറേഷൻ. അത് നമ്മൾ പറയാറില്ലേ, പുതിയ തലമുറയാണ് അവർ നമ്മുടെ അടുത്ത തലമുറയാണ്. അവര് വളർന്നു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ രീതികളൊക്കെ ആയിട്ട് നമ്മളുടെ രാജ്യത്തിന്റെ കൾച്ചറിനെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്താൻ ആർക്ക് പറ്റും? ഈ കുഞ്ഞുമക്കൾക്ക് പറ്റും. ഓക്കെ, നമ്മൾ പാരന്റ്സ് അല്ലെങ്കിൽ അവരെക്കാളും മുതിർന്ന ജനറേഷൻ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താണ്? ഒരു സുരക്ഷിതമായ ബാല്യമാണ്. എല്ലാ കുട്ടികളും സുരക്ഷിതരാണോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഒരു ന്യൂസിൽ ഒരു വാർത്ത കണ്ടിരുന്നു. ഒരു 4 വയസ്സുകാരി കുട്ടീനെ, അംഗനവാടി കുട്ടിയാണ്, അംഗനവാടി പോകുന്ന ഒരു കുട്ടീനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ്. അപ്പൊ എങ്ങനെയാണ് നമ്മളെ പോലത്തെ അമ്മമാരെ വിശ്വസിച്ച് ഓരോ സ്ഥലത്തേക്ക് പഠിക്കാനും പഠിക്കാനൊക്കെ വിടാം? അത് നമുക്ക് ശരിക്കും പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അത് ഒബ്സർവ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട്.
നമ്മളുടെ ടീച്ചേഴ്സ് അവരെ എത്ര സംരക്ഷിക്കാൻ പറ്റുമോ, അമ്മമാരെ വീട്ടിൽ വെച്ച് നടക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റില്ലെങ്കിലും നമുക്ക് നമ്മളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളെ സുരക്ഷിതമായിട്ട് തിരിച്ച് എന്ത് ചെയ്യാം, അവരെ പറഞ്ഞു വിടാനായിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കണം. ആ സമയത്തൊന്നും ആ കുട്ടികൾക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ. ശരിയാണ്, എല്ലാവർക്കും പേടിയാണ്, എല്ലാ അമ്മമാർക്കും പേടിയാണ് പെൺകുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ. നമ്മൾ മുമ്പ് വിചാരിച്ചിരുന്ന എന്താണ്, പെൺകുട്ടികളെ മാത്രമാണ് കണ്ടു അല്ലെ മിസ്? ഓക്കേടാ. ഞങ്ങളിവിടെ അല്ല, കുറച്ച് എറണാകുളം ജില്ലയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ശരിക്കും ഞാൻ പേടിച്ചു പോയി, കാരണം എന്റെ മോൾക്ക് അതേ പ്രായമാണ്. അപ്പൊ ഞാൻ ആ കാണുന്നത് എന്റെ മോളുടെ അത്രയും കുട്ടിത്വമുള്ള, അത്രയും നിഷ്കളങ്കതയുള്ള, അവൾക്കാണെങ്കിൽ ഒരു ഭയങ്കര ചിരിയും ഭയങ്കര ഇതാണ്. അപ്പൊ അത്രയും നിഷ്കളങ്കതയുള്ള ഒരു കുഞ്ഞു മനസ്സല്ലേ, അവൾക്ക് എന്താണ് സംഭവിച്ചത് പോലും അവൾക്ക് അറിയാൻ പറ്റാത്ത, ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അവൾക്ക് പെരുമ്പാവൂരിന്ന് ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് കൊന്ന് മാർക്കറ്റിൽ താത്തി ഇട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള സംഭവം അതൊക്കെ. ഓക്കേടാ, അങ്ങനെ സംഭവിച്ചല്ലേ അവിടെ. ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ഭയങ്കര, നമുക്ക് പേടിയാണ് മക്കളെ പറഞ്ഞു വിടാൻ, പുറത്തേക്ക് വിടാനായിട്ട് പഠിപ്പിക്കണം. നമുക്ക് അങ്ങനെ ഉണ്ട് നമ്മുടെ പുറത്തു പോയേക്ക പേരൻസ് രണ്ടുപേരും നമ്മുടെ നാട്ടുകാരല്ല, ഒരു ഒറീസക്കാരായിട്ടാണ് അവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അതിന്റെ തൊട്ടും മുകളിൽ താമസിക്കാൻ വന്ന ആള് ചെയ്ത പണിയാണ്. അവരുടെ അച്ഛനും അമ്മയും പുറത്ത് ജോലിക്ക് എന്തോ പോയപ്പോ ഈ കുട്ടി വൈകുന്നേരം തന്നെയാണ് വീട്ടിൽ സ്കൂൾ വിട്ടൊന്നിരിക്കുന്നത്. അപ്പൊ അയാള് ചോക്ലേറ്റ് കൊടുക്കാന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആൾക്കാർ കണ്ടു. പക്ഷെ ഇത് ബായി കൊച്ചാണല്ലോ, അപ്പൊ അയാൾ കൊണ്ടുപോകുന്ന ആളും ബായിയാണ്. അപ്പൊ ആരും അങ്ങനെ പ്രത്യേകിച്ച് ചിന്തിച്ചില്ല അത് അയാളുടെ കുട്ടിയായിരിക്കും എന്നും പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ അയാളെ ആ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊന്ന് താഴ്ത്തി ഇട്ടിരുന്നു. അതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള സംഭവം. ഞാൻ ഡെയിലി അതിലേക്ക് പോകുന്ന സ്ഥലമാണ്. നമുക്കൊരു പേടിയായിരിക്കും അല്ലേ ഇതേപോലത്തെ സംഭവം നമ്മുടെ അടുത്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മാഞ്ഞാലി ആ ഒരു ഭാഗത്ത് ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ആർക്കൊക്കെ അറിയോ അത്? ഒരു അംഗനവാടി കുട്ടീനെ, അംഗനവാടി ടീച്ചറിന്റെ ഇത് ഓക്കെ അംഗനവാടി ടീച്ചറിന്റെ ഹസ്ബൻഡ് ഈ കുട്ടീനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ അറസ്റ്റ് ഒക്കെ നടന്നു. പക്ഷെ നമുക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോ, നമ്മുടെ അടുത്താണല്ലോ, അപ്പൊ നമുക്കത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയി. കാരണം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണ്. എന്റെ മുമ്പിലുള്ള കുട്ടികൾ അതേ ഏജ് ആണ്. നമുക്ക് അവരോട് തോന്നുന്ന വാത്സല്യമാണ്. ആ ഒരു പ്രായത്തിൽ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു പ്രായമാണ്. അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവർക്ക് എന്ത് കിട്ടുന്നില്ല, സുരക്ഷിതത്വം കിട്ടുന്നില്ല. ഓക്കെ, പാരന്റ്സ് ഉപദ്രവിക്കുന്നവരുണ്ട്. ആണല്ലേ? നോർത്ത് ഇന്ത്യൻസ് പൊതുവെ കുട്ടികളെ നല്ല ഉപദ്രവിക്കും. അങ്ങനെ ഇവിടെ ഈ കഴക്കൂട്ടം ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തൊരു കുട്ടി അമ്മ നന്നായിട്ട് ഉപദ്രവിച്ചിട്ട് ആ കുട്ടി വീട് വിട്ടു പോയി അതിന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തേക്ക്. എന്നിട്ട് വിശാഖപട്ടണത്ത് നിന്നാണ് ആ കുട്ടീനെ കണ്ടെത്തിയത് ഈ CCTV ഒക്കെ വെച്ചിട്ട്. അതേപോലെ ഞാൻ താമസിക്കുന്ന അവിടെ ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നതിന് ചുറ്റും ഈ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ നോർത്ത് ഇന്ത്യൻസ് ആവുമ്പോ ഈ രാജസ്ഥാൻ ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഈ കുട്ടികളെ നല്ല ഉപദ്രവിക്കും. അപ്പൊ എന്റെ അടുത്ത് താമസിക്കുന്ന ചേച്ചി ഈ LKG UKG ഇങ്ങനെ ഹെൽപ്പിന് പോണ ചേച്ചിയാ. അപ്പൊ ആ ചേച്ചി പറയാ ഈ കുട്ടീനെ LKG പഠിക്കുന്ന കുട്ടീനെ വാതിൽ അടച്ചിടും, റൂമിന്റെ ഉള്ളിൽ അടച്ചിടുന്നു. ആ കുട്ടി വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് സങ്കടം പറയാ അമ്മ അങ്ങനെ ചെയ്തുന്ന്. നമ്മള് മലയാളീസ് ആണ് തോന്നുന്നു പൊതുവെ കുട്ടികളെ അങ്ങനെ ഉപദ്രവിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ കാലഘട്ടത്തിലെ ആളുകളാണ് ചെയ്യാത്തത്. അതായത് ഒരു 30-ക്കും 40-ക്കും ഇടയിലുള്ള ആളുകള് ആദ്യം കുട്ടികളെ ഉപദ്രവിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിലെ അത്യാവശ്യം നല്ല അടിയും കൊണ്ട് വഴക്കും കേട്ട് അങ്ങനെ കഴിഞ്ഞ കാരണം നമ്മുടെ മക്കൾക്ക് അത് വരരുതെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, മക്കളെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി മലയാളീസ് പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് പിന്നെ വീട്ടിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ആളുകളാണ്. ആൾക്കാരുടെ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട് ഇപ്പൊ. അപ്പൊ പണ്ടത്തെ പാരന്റ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നില്ല കേട്ടോ. എന്റെയൊക്കെ മോളൊരു വഴി എടുത്ത് പോലും ആരും തല്ലി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാനൊക്കെ മേടിച്ച അടിയെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞാല് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് എന്താണ് പാരന്റിങ്.
വിശ്വസിക്കാൻ ഭയങ്കര ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാരെയും ഒരേ കണ്ണോടുകൂടി കാണും. അതും നമ്മളിപ്പോ എന്റെ മക്കളെ ഞാൻ തല്ലാറില്ല. ആവശ്യത്തിലധികം അടി ഞാൻ വാങ്ങിച്ച് അങ്ങനെ കഴിഞ്ഞു വന്ന കാരണം ഒന്നിനോട് നോ പറയാത്തൊരവസ്ഥയായിപ്പോയി എനിക്ക്. അങ്ങനെ വളർന്നു വന്ന കാരണം ഞാൻ എന്റെ മക്കളെ തല്ലാറില്ല. പക്ഷെ മക്കള് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാനുള്ളതാണെങ്കിൽ പറയും. ഞാൻ ആ ഒരു മോശം കാര്യം ചെയ്തതിന് അമ്മയത് മോശമായിട്ട് അമ്മ ചെയ്ത് ശരിയായില്ല, അല്ല അച്ഛനാണെങ്കിൽ മോശമായിട്ടാ ചെയ്തതെന്ന് പറയും. ഇപ്പൊ ഈ പിള്ളേര് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ആ ഗ്യാങ് പറയണ ഇവള് പറയും, അമ്മേ അവരങ്ങനെയല്ല ചിന്തിക്കുന്നത്, അവര് വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അവള് പറയും ഞാൻ കുറച്ചും കൂടെ സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്ന ചിന്തിക്കുന്ന വ്യക്തിയാന്ന് പറയും. അതിന് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പൊ നമ്മൾ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും നമ്മൾ എന്താണ് കുട്ടികൾ എന്നാണ് കുട്ടികളുടെ ക്ലാസിഫിക്കേഷൻ ആണ് പെടുന്നത്. അപ്പൊ കുട്ടികൾക്ക് എന്തൊക്കെ അവകാശമാണ് അതൊക്കെ ഉള്ളത്? സർവൈവലിനുള്ള അവകാശം, അതിജീവനത്തിനുള്ള അവകാശം, ശരിക്കും പ്രധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ്. ആ പെരുമ്പാവൂരത്തെ കേസിലെ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? അവളുടെ ജീവിക്കാനുള്ള അവകാശമാണ് അവിടെ നഷ്ടപ്പെട്ടത്. ആർക്കും അതിനുള്ള അധികാരമില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ജീവിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു അധികാരം ആർക്കും ഇല്ല. പിന്നെ പോഷകാഹാരത്തിനുള്ള അവകാശം, അതിനുവേണ്ടി നമുക്ക് ഒരുപാട് സർവീസുകൾ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 6 months വരെ അമ്മമാരെ പാലാണ് കുട്ടികൾ കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് അമൃതം പൊടി, അത് കഴിഞ്ഞ് അംഗനവാടി ഇത് കഴിഞ്ഞ് അംഗനവാടിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടുന്ന് ഫുഡ് അതേപോലെ പോഷകാഹാരത്തിന്റെ ഭാഗമായിട്ട് മുട്ടയും പാലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഉച്ചഭക്ഷണം എന്ന രൂപത്തിൽ പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ കിട്ടണം. ഈ അവരുള്ള സമയത്ത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സമയത്ത് അവർക്ക് പോഷകാഹാരങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ പോകുന്നത് ചിലപ്പോൾ പ്രൈവറ്റ് സ്കൂളിലേക്കായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ നിൽക്കുകയാണെങ്കിൽ അവന്റെ എന്താണ് പ്രശ്നം, എന്താണ് മോന്റെ പ്രശ്നം, എന്താ ഫുഡ് കൊണ്ടുവരാനെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അത് അവന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാകാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണൈസേഷൻ, വാക്സിൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കണം. ഓക്കെ. ഇനി ഡെവലപ്മെന്റിനുള്ള അവകാശമുണ്ട്. വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, പരിചരണം, വിശ്രമം, വിനോദം, അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ആർക്ക് അവകാശമുണ്ട്? കുഞ്ഞു കുട്ടികൾക്ക് അവകാശമുണ്ട്. ഇനി സംരക്ഷണാവകാശം. അപ്പോൾ സാധാരണയായിട്ട് സംരക്ഷണാവകാശം ആർക്കാണ്? പാരന്റ്സിനാണ് വരാറ്. ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായും ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യരഹിതമായ പെരുമാറ്റം, നമ്മൾ പറഞ്ഞ ഈ പെരുമാറ്റങ്ങളൊക്കെ ഒഴിവാക്കണം. അവർക്ക് ആവശ്യത്തിന് സംരക്ഷണം നമ്മൾ കൊടുക്കണം. നമ്മുടെ മക്കളാണ്, നമുക്ക് വേണ്ട സംരക്ഷണം നമ്മളാണ് കൊടുക്കേണ്ടത്. പങ്കാളിത്തത്തിനുള്ള അവകാശം. എല്ലാ തീരുമാനങ്ങളും നമ്മൾ എടുത്ത് അവരൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവരെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്യണം. ഇപ്പൊ ചെറുപ്പം മുതലേ അവരുടെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അല്ലാതെ നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. ഇത്രയും അവകാശങ്ങളാണ് കുട്ടികൾക്കുള്ളത്. എന്തൊക്കെയാണ്? സർവൈവൽ, ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ. ഈ 4 അവകാശങ്ങളും ആർക്ക് ലഭ്യമാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന നമ്മുടെ കുട്ടികൾക്ക്, മക്കൾക്ക് ലഭ്യമാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പാരന്റ്സിനും ടീച്ചേഴ്സിനാണ് ഉള്ളത്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഗ്യാങ്, അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും ടീച്ചേഴ്സ് നാളെ നമ്മള് ടീച്ചേഴ്സ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഹാൻഡിൽ ചെയ്യുന്ന പല ക്യാരക്ടറുള്ള, പല ബാക്ക്ഗ്രൗണ്ടുള്ള, പല സംസ്കാരത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ ആയിരിക്കും. അപ്പൊ നമ്മള് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അതേപോലെ അവർക്ക് ഇതേപോലത്തെ പോഷകാഹാരങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കിട്ടുന്നുണ്ട്, അവർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്, അവർക്ക് പങ്കാളിത്ത അവകാശങ്ങൾ കിട്ടുന്നുണ്ട് എന്നെല്ലാം ഉറപ്പുവരുത്തണം. ചില പാരന്റ്സ് കുട്ടികളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനത്തെ പാരന്റ്സ് ആണെങ്കിൽ നമ്മുടെ മോണ്ടിസോറി സ്കൂളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യേണ്ട ഓരോ ആക്ടിവിറ്റീസും അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർ ഡെയിലി ലൈഫിൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഞാൻ ചൈൽഡ് വെൽഫെയർ യൂണിറ്റ് 8 നെക്സ്റ്റ് ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ചാപ്റ്റർ ആണല്ലോ, അപ്പൊ നാളെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോ എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് എല്ലാവരും ക്രിയേറ്റ് ചെയ്തത് നല്ലതായിരുന്നു. എനിക്ക് കാണിക്കാൻ പറ്റാത്തവരായാലും റെക്കോർഡ് ക്ലാസ് കാണുന്നവരായാലും എല്ലാവരും അവരൊരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്റെ ഒരു താല്പര്യം കൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, നിങ്ങൾക്കത് ഉപകാരപ്പെടും മക്കളെ. അതുകൊണ്ട് നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, ദെൻ നമ്മള് സൈൻ ഔട്ട് ആണ് പറയുന്നത്. മാം സർവൈവൽ പ്രൊട്ടക്ഷൻ പറഞ്ഞുതരോ? സർവൈവൽ, ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ. സർവൈവൽ, ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ. അതിജീവനം, ഉന്നമനം, സംരക്ഷണം, പങ്കാളിത്തം. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞോ? ചെയ്തു മാം. ചാപ്റ്റർ 7 ആണ് അത്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ആക്ടിവിറ്റി ചാപ്റ്റർ 7 എടുക്കുമ്പോ ഞാൻ പറഞ്ഞോളാം കേട്ടോ. ആ സമയത്ത് തന്നെ ഓർമ്മിപ്പിക്കണം. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ മക്കള് പോലും, ഇപ്പൊ എന്റെ 2 വയസ്സായ മോന് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്താൽ പറയും ഇതല്ല ഇതാ വേണ്ടേ, ഇതല്ല ഇതാ വേണ്ടേ. അവര് തീരുമാനിക്കുന്നുണ്ട് അവർക്ക് ഏത് ഡ്രസ്സ് ഇടണം. ഇപ്പൊ എടുക്കാനായിട്ട് ചെറുപ്പത്തിൽ അവരെ പ്രാപ്തരാക്കണം. അല്ലെങ്കിൽ അവർ ഭാവിയിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോകും. ചെറുപ്പത്തിലെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് അവർ പഠിക്കട്ടെ. ഓക്കെ, പെൺമക്കളാണെങ്കിൽ നമുക്കൊന്നും ഓപ്ഷൻ ഉണ്ടാവില്ല, അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ഞാനാണ്. ഓക്കെ, പറഞ്ഞോടാ. ഞാനൊരു കോട്ടായിട്ടല്ല പറയണേ മാം, ഞാൻ എൻ്റെ ഒരു തോട്ട് പറയാം. ഓക്കെ, അതായത് നമ്മളായിട്ട് ഇരിക്കുന്ന സമയത്ത്, അതായത് നമ്മളൊരു ഫുൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ 100% ആയിട്ട് ഒരു ആള് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. നമ്മൾ 100% പെർഫെക്റ്റ് ആയി എന്ന് നമുക്ക് സ്വയം ഒരു ബോധ്യം വരുന്ന സമയത്ത് അവിടെ നമ്മൾ വിദ്യാഭ്യാസം പഠിക്കണത് നിർത്തേണ്ടി വരും. അതുപോലെ നമുക്ക് പിന്നെ എന്താ പറയാ, അവിടെ നമുക്ക് തോൽവിയാണ്. അതായത് നമ്മൾ 100% ഒരിക്കലും പെർഫെക്റ്റ് അല്ല എന്നൊരു തോട്ട് എപ്പോഴും നമുക്ക് വേണം. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോ ഇപ്പൊ ഞാനൊരു PG ഒക്കെ കഴിഞ്ഞ വലിയ ആളാണ്. ഇപ്പൊ 10th പഠിക്കുന്ന ഒരു കൊച്ചെന്നോട് വന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാന്ന് പറയുമ്പോ അതവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട്, ഓക്കെ ഞാൻ ചെയ്തത് തെറ്റാണ്, അക്സെപ്റ്റ് ചെയ്തിട്ട് നീ പറഞ്ഞത് ശരിയാന്നുള്ള കാര്യം ഇപ്പോ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളത് ഓക്കെ പറഞ്ഞിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് മുൻപിലോട്ട് കൊണ്ടുപോകുക. അതായത് ഇപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പഠിച്ചു, അതിന് അവൾക്കൊരു താങ്ക്സും കൂടെ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയി. കാരണം ആള് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. നമ്മള് കാരണം മറ്റുള്ളവരെ ഹാപ്പി ആവാൻ പരമാവധി ശ്രമിക്കുക. ഇനിയിപ്പോ അവള് പറഞ്ഞത് എന്നെ അവള് പഠിപ്പിക്കാൻ വരുന്നോ എന്നൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടീച്ചർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത്. അത് ഏറ്റവും വലിയ നെഗറ്റീവാണ്. അതായത് മറ്റുള്ളവരെ അത് വളരെ എഫക്ട് ചെയ്യും. കൂടെ പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എപ്പോഴും ആസ് എ ടീച്ചർ എല്ലാവരും അതിനെ ശ്രമിക്കുക. ഇന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ ഒരുപാട് പേർക്ക് പ്രസന്റ് ചെയ്യാൻ അവസരം തരുന്നുണ്ട് മാം. ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ഒരുപാട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നല്ലൊരു യൂണിറ്റി ഉണ്ട് നമ്മുടെ MT8 ബാച്ചിന്. എന്നും ആ യൂണിറ്റിയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. സൈൻ ഔട്ട് ബൈ റസ്ന ഫ്രം മലപ്പുറം. താങ്ക് യു ഓൾ. താങ്ക് യു, നല്ല ക്ലാസ് ആയിരുന്നു. ഇന്ന് പ്രസന്റ് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. കാരണം എല്ലാവരും നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എഫേർട്ട് എടുക്കുന്നത് എനിക്കറിയാം. അപ്പോ നിങ്ങൾ ചെയ്ത എല്ലാവരും വർക്ക് കാണാൻ പറ്റാത്തവർ എനിക്കുണ്ട്. അതൊരു വിഷമമുണ്ട്. എന്നാലും എല്ലാവരും വർക്ക് നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.